ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനൊരു കർഷകൻ കൂടിയാണ്. കാർഷിക വൃത്തിയാണ് എൻ്റെ മെയിൻ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ ഏലം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഏലം കർഷകരെ സംബന്ധിച്ച് അവർക്ക് വളം കലക്കി ഒഴിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏലത്തിൻ്റെ വീട്ടിൽ. വിശേഷിച്ച് വേനൽക്കാലത്ത്. മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വളം ചുവട്ടിലിടാം. പക്ഷേ വേനൽക്കാലത്ത് പലപ്പോഴും ആളുകൾ കലക്കി ഒഴിക്കാറുണ്ട് പതിവ്. പക്ഷേ കലക്കി ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ വലിയ ബാരലിനകത്ത് നിന്ന് കുനിഞ്ഞ് കോരിയെടുക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ നടുവിനത് പ്രശ്നമാകും. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്കൊരു അതിൻ്റെ പാകത്തിനുള്ളൊരു പാത്രം കിട്ടി. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പാത്രം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇത് നമുക്കറിയാം സാധാരണ ബാരൽ. പക്ഷേ ഇത് കണ്ടോ, ഇത് അതിന് പറ്റിയൊരു പാത്രമാണ്. ഇത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും ഇത് ഈ വാട്ടർ ടാങ്ക് കട്ട് ചെയ്ത് പകുതിയാക്കി വെച്ചേക്കുന്നതാണ്. അതല്ല കേട്ടോ, ഇതിൻ്റെ ഷേപ്പുണ്ട്. അടിഭാഗം വണ്ണം കുറവ്, മുകളിലേക്ക് വണ്ണം കൂടിയുള്ള സാധനമാണ്. മാത്രമല്ല ഇതിന് ഇങ്ങനെ ഇതിന് കുറച്ച് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വക്ക് ഇതിനുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 600 ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൂട്ടൊരു 4 ഞാൻ വാങ്ങിയത് ഇവിടെ കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വാങ്ങിയത്. അവിടെ ആ ഒരു കടയിൽ ഉണ്ടാകുന്നുള്ളത്. ഒരെണ്ണത്തിന് 2700 രൂപ വെച്ച് കൊടുത്തു. പക്ഷേ ഇത് ഒത്തിരി ഉപകാരപ്രദമാണ് ഈ സാധനം. എന്നറിയോ, ഒന്നാമത് നമുക്ക് ഇത്ര ഏരിയ വാവട്ടം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഇളക്കാനും ഈ വെള്ളം കോരിയെടുക്കാനൊക്കെ വളരെ എളുപ്പമുണ്ട്. ബക്കറ്റിനകത്ത് നിന്ന് അധികം കുനിയേണ്ട കാര്യമില്ല. അപ്പോൾ അതായത് ആ ഒരു ബാരലാണെങ്കിൽ നമുക്ക് വെള്ളം പറ്റുന്ന സമയത്ത് കുനിഞ്ഞെടുക്കാൻ വലിയ പാടാണ്. ഇത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഹൈറ്റ് കുറവാണ്, തന്നെ നല്ല വിശാലമായിട്ട് ഏരിയ ഉണ്ട്. ഉണ്ടോ, അതാണ്. അപ്പം തൂമ്പായിട്ട് ഇളക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഇത് എളുപ്പമുണ്ട്. തൂമ്പ വെച്ചിട്ടുണ്ട്. ഞാനത് ഓൾറെഡി കുളിപ്പിച്ച് ഒഴിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ഒഴിച്ചു, ബാക്കി ഉള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗുണമുണ്ടല്ലോ. അപ്പോൾ ഈ പാത്രം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. കർഷകരെ നിങ്ങൾക്കെല്ലാം അത് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു പാത്രം പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളുടെ മൊത്തത്തിൽ അന്ന് 3-4 പാത്രം വാങ്ങിയായിരുന്നു. ആ ഒരു കടയിൽ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ കട്ടപ്പന ചെമ്മണ്ണൂർ ജുവലറിയുടെ അടുത്തൊരു ഇരുമ്പോടെ ഉണ്ട്, അവിടെ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ട് 2-3 വർഷം ആയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പൊളിപ്പിച്ച് ചുവട്ടിൽ ഒഴിക്കുക. ഇപ്പോൾ ഇത് ഈ ചെടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ നവംബറിൽ വെച്ചതാണ്. നവംബറിൽ വെച്ച ചെടിയാണ്. അത് അവസാന നിമിഷത്തിലാണ് ഇങ്ങനെ ചെടി വെക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അതൊരു വേറെ കൃഷിക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് പിന്നെ എടുത്തപ്പോൾ ചെടി ഇത് ഏലം വെക്കാമെന്ന് വെച്ചു. നവംബറിൽ വെച്ചാണ്. സാമാന്യം ചിമ്പൊക്കെ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു വളർച്ചക്കുറവൊന്നും കാണുന്നില്ല. സാമാന്യം വളർച്ച ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഉണ്ടോ. അപ്പോൾ ഇതിങ്ങനെ കലക്കി, ഇതിനകത്ത് ഇങ്ങനെ കലക്കി ഇടയ്ക്കൊക്കെ ഒഴിക്കും. വളം കലക്കി ഒഴിക്കാറുണ്ട്, പിന്നെ നനച്ചും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ചിമ്പ് പൊട്ടലൊക്കെ ഉണ്ട്. നവംബറിൽ വെച്ചല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ആയെന്നുള്ളതുകൊണ്ട് സാമാന്യ ഒരു വളർച്ച ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടോ, കുറേ ചിമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഈ ബാരലിങ്ങനെ കലക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നന്നായിട്ട് ചിമ്പടിച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇത് ആദ്യം നവംബർ ഒരു 17-ാം തീയതിയാണ് ഇത് വെച്ചത്. ഉണ്ടോ, ഇത്രയും ആയിട്ടുണ്ട്. എല്ലാം തന്നെ സാമാന്യം കുഴപ്പമില്ലാത്തൊരു ചിമ്പടിക്കലുണ്ട്. അപ്പോൾ അത് ഈ ബാരലിനകത്ത് ഇങ്ങനെ കലക്കിയിട്ടത് മുഖാന്തരമാണ്. കലക്കി ഒഴിക്കാറുണ്ട്, പിന്നെ നനച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബാരൽ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അതവിടെ ഉണ്ടെന്നറിയില്ല. ഏതായാലും അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കലക്കിയിട്ട് ഒഴിക്കാൻ നമുക്ക് വളരെ സൗകര്യപ്രദമാണല്ലോ, അതുകൊണ്ടാണ്. നമ്മൾ വാട്ടർ ടാങ്ക് മേടിച്ച് വെട്ടിയെടുത്താൽ നമുക്ക് അതിനകത്തൊരു ബലം കിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് ഭാഗം അതിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടില്ല. ആ ഭാഗമൊക്കെ നിലനിർത്തണം. അതായത് നമുക്ക് ഇത്ര ഓപ്പണായിട്ട് കിട്ടത്തില്ല. ഇതൊരു പ്രത്യേക രീതിയിലുള്ള നിർമ്മാണമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇങ്ങനെയുള്ള പർപ്പസിന് ഉപയോഗിക്കുകയും ചെയ്യാം. വെള്ളം നിറച്ച് പിടിച്ചാൽ ഇതിന് ഒരു ഷെയ്ക്ക് അങ്ങനെ വലിയൊരു ഇത് വരത്തില്ല. സാമാന്യം നല്ല സ്ട്രെങ്ത് ബലമുണ്ട് ഇതിന്. ഉണ്ടോ, അത് കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അല്പം പ്രയോജനപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ
പ്രയോജനപ്രദമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.